നമ്മളൊരു സ്റ്റൈലിംഗ് ചാലഞ്ച് വീഡിയോ ആണ് ചെയ്യാൻ പോണേ. ജിനീഷും ഉണ്ണിയും കൂടി എന്നെ സ്റ്റൈൽ ചെയ്യും, ഞാൻ ഉണ്ണീനെ സ്റ്റൈൽ ചെയ്യും. അതായത് ഇവർ എനിക്കുള്ള ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യും, ഞാൻ ഉണ്ണിക്കുള്ളതും. 30% ബഡ്ജറ്റ് വരുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ഡ്രസ്സ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. ടൈം ലിമിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ടൈം ലിമിറ്റ് ഒന്നുമില്ല. എന്തായാലും പ്രൈമാർക്ക് ഇപ്പോൾ 6 മണിക്ക് അടയ്ക്കും. കുറച്ച് സമയമേ ഉള്ളൂ നമുക്ക്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷോപ്പ് ചെയ്യണം. 4 മണി ഇപ്പോൾ അല്ലേ? 4:30 കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷോപ്പ് ചെയ്തിട്ട് വരണം. പിന്നെ എന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കാം, എൻ്റെ സൈസ് ആയിരിക്കണം എന്ന് മാത്രം. ചേച്ചി വാർക്കാൻ പാടില്ല, ആ ഭാഗത്തേക്ക് വരാൻ പാടില്ല. പറ്റുമോ? ചേച്ചി വേണല്ലേ? നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഐഡിയ ഇല്ലാത്തത് കൊണ്ട് അപ്പൊ നമുക്ക് പ്രൈമാർക്കിക്ക് പോകാം. ബൈ. നിങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ട് എനിക്ക് ഒരു ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യണം. 30 പൗണ്ടിന്റെ താഴെയാണ് ബഡ്ജറ്റ്. 30 പൗണ്ടിന്റെ ഉള്ളില് ഫുൾ ഔട്ട്ഫിറ്റ്. മറ്റേ ഇത് കൊറേ നേരായിട്ടാ നിങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്. അലങ്കരിക്കാനോ? ഷോർട്സ് ആണോ അവ എടുക്കണേ? ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. മീഡിയം. അയ്യോ, അതിന്റെ സൈസ് എനിക്കും അറിയില്ല. കൊറേ ഡ്രസ്സില്ലേ, നിങ്ങളൊന്നും നടന്നു നോക്ക്. എന്താണ് തമാശയാക്കാണ്? ഓടുകയാണ് ചെയ്ത് നോക്കിയില്ല. നീ എന്താ പ്രൈമാർക്കിൽ എല്ലാ ഡ്രസ്സും എടുക്കുവാണോ വാവേ? വാവ, എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എടുത്തരോ? ചോദിച്ചാ വാവിനി എന്താ എടുക്കണേ? ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഒക്കെയാണ് വേണ്ടേ? പക്ഷെ അതാ ഡ്രസ്സിന്റെ മാച്ചാണോ? അല്ലല്ലോ. സോറി ബ്രദർ. മാലകളുണ്ട്. ഇങ്ങനെ ഉള്ള കമ്മൽ എടുക്കണം. ഫോട്ടോയിലത്തെ ബാഗ് മേടിച്ചിട്ട് വന്നില്ലേ വാവേ? ആ പെണ്ണിന്റെ ബാഗ് അല്ലേ അത്? ശ്രദ്ധിച്ചില്ലേ? ഇവിടെ കൊറേ നേരം അങ്ങോട്ട് നോക്കണേ ഉണ്ടായിരുന്നു. അവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ട്രാപ്പാണ് ആ ബാഗിന്. ഇത് റൗണ്ട് ആണ്. ശ്രദ്ധിക്കണം മുദ്ര. ഒരു എൻ്റെ ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിന്ന് ഇനി നമുക്ക് സോർട്ട് ചെയ്തെടുക്കണം. എൻ്റെ സൈസൊക്കെ ട്രയൽ നോക്കിയിട്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് നോക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ഫൈനലൈസ് ചെയ്തൊക്കെയാണ്. ജിനീഷ് അല്ല, സ്റ്റൈലിഷ് ജിനീഷ്. ഇതും കൂടി അമ്മ കോപ്പായ സ്പെഷ്യൽ. ഞാൻ ഉണ്ണിക്ക് ഈ സ്ട്രെയിറ്റ് ഫിറ്റ് പാൻറ്റാണ് നോക്കണേ, ലിനൻ. ഉണ്ണിയുടെ സൈസ് മീഡിയം ആണ്. ഈ പാൻറ്റാട്ടോ ഉണ്ണിക്ക് ഞാൻ എടുത്ത 16 പൗണ്ടിന്. ഇതിന് മാച്ചായിട്ടുള്ള ഒരു ടീഷർട്ട് എടുക്കാം. ഇത് പക്ഷെ നല്ല ഇതെനിക്ക് ഇഷ്ടമായിരുന്നു. ബട്ട് സൈസ് ഉണ്ടോ നോക്കട്ടെ. സ്മോളാണത്. വേറെ ഈ പുള്ളിയുടെ ഔട്ട്ഫിറ്റ് കൊള്ളാലേ, അത് നോക്കട്ടെ. ഞാൻ ഈ വൈറ്റ് ടീഷർട്ട് തന്നെ എടുക്കാൻ വിചാരിക്കുന്നു, മീഡിയം. പിന്നെ 14 പൗണ്ടാണ്. വേറെ ഒന്നും മേടിക്കാൻ പറ്റില്ല. പക്ഷെ വേറെ ഇവിടെ കളക്ഷനൊക്കെ കുറവാണ്. സോ ഇത് രണ്ടുമാണ് ഞാൻ എടുത്തത്. തന്നെ എടുത്തു. ഇപ്പം തന്നെ 29 പൗണ്ട്സ്. അപ്പം ഇനി വേറെ ഒന്നും മേടിക്കാൻ പറ്റില്ല. ഷോർട്സ് എടുത്താലോ എന്നുണ്ട്, പക്ഷെ ഉണ്ണീനെ എനിക്ക് ഷോർട്സ് ഇടുന്നേക്കാളും നല്ലത് പാൻ്റായിരിക്കും തോന്നുന്നു. സോ ഞാൻ അത് എടുക്കുവാണ്. ഷോർട്സ് ആകുമ്പോൾ 8 പൗണ്ടിനൊക്കെ നല്ലതുണ്ട്. ഒരു ചെറിയ കൺഫ്യൂഷൻ.
ഞാനൊന്ന് നോക്കട്ടെ. എടുത്ത ഔട്ട്ഫിറ്റ് ഒന്നും ഭംഗിയില്ലായിരുന്നു. എനിക്കത് സൈസും കറക്റ്റ് അല്ല. നീ പറഞ്ഞില്ലേ ഷോർട്സ് ഭംഗിയില്ല, എനിക്ക് ഭംഗിയില്ല. അല്ല ചേച്ചിക്ക് സെലക്ഷൻ അടിപൊളിയായിരുന്നു. അപ്പൊ ഇവരിപ്പോ ഞാൻ അറിയാതെ ഡ്രസ്സ് എടുക്കും. എൻ്റെ അടുത്ത് കണ്ണടച്ചിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പറയുന്നത്. എനിക്കറിയില്ല. ഇവര് ബഡ്ജറ്റ് എക്സീഡ് ചെയ്തു. ഞാൻ കറക്റ്റ് 29 പൗണ്ടിൽ നിർത്തി. എന്നാലും കുഴപ്പമില്ല, ഓക്കെയാണ്. എടുത്തിട്ടില്ല. ഞാൻ ഉണ്ണീനി ഇവര് എന്നെയാണ് സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ബില്ല് ചെയ്യാൻ പോകട്ടോ. ഇന്നലെ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ലേറ്റ് ആയി. സോ നമ്മൾ പിറ്റത്തെ ദിവസമാണ് വീഡിയോ എടുക്കണത്. അപ്പൊ ഉണ്ണി എനിക്ക് വേണ്ടി മേടിച്ച സാധനങ്ങൾ, ഞാൻ ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങൾ കാണിക്കാം ആദ്യം. ഓക്കെ ഓക്കെ. ചെരുപ്പ് എത്ര ഉണ്ടായിരുന്നു? 8 പൗണ്ട്. അടുത്തൊരു ജോഗറാണ്, 15 പൗണ്ട്. അടുത്തത് ഒരു ഇന്നറാണ്. വേറൊരു ഓവർ സൈസ്ഡ് ടീഷർട്ട് ഉണ്ട്. ടീഷർട്ട് അല്ല, ഒരു ഷർട്ട്, അതിന്റെ പേരാണിത്. ഇതാണ് ഞാൻ പറഞ്ഞ ഷർട്ട്. എങ്ങനെയുണ്ട്? പിന്നെ ചേച്ചിക്ക് വേണ്ടി എടുത്തത് ഒരു ഓവൽ ഷേപ്പ് ഗ്ലാസ് ആണ്. ഞാൻ എന്താ എടുത്തത് കാണിക്കാട്ടോ. ഞാൻ ടീഷർട്ടാണ് എടുത്തത്. ഇതിന് എത്ര പൗണ്ട്? 14 പൗണ്ട്. ഇതിന് 14 പൗണ്ട്. പിന്നെ പാന്റ് ഇതിന് 16 പൗണ്ട്. 29. ഇവരുടെ ബഡ്ജറ്റ് എക്സീഡ് ചെയ്തു. സോ ഫസ്റ്റ് തന്നെ ഒരു ഫെയിൽ ആയി. ഞാൻ കറക്റ്റ് ബഡ്ജറ്റിൻ്റെ. പിന്നെ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നൈറ്റി മുണ്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റിക്ക്. ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിന്റെ അച്ചമ്മയുടെ മാക്സിയ. ഇതിനെ നിങ്ങൾ ഗസ് ചെയ്യും, ഇതിനൊരു എത്ര വർഷം പഴക്കം ഉണ്ടാകുന്നു? ഞാൻ പറയാം, ഇതിനൊരു 40 above years പഴക്കമുണ്ട്. അച്ചാച്ചൻ അച്ചമ്മക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മാക്സിയ. ഇത് അച്ചമ്മ ഇടാതെ പെട്ടിയിൽ എടുത്ത് വെച്ചിരിക്കുവായിരുന്നു. ഇതിന്റെ കുറെ പേരൊക്കെ ഉണ്ട്. ഞാൻ കേട്ട് വരുമ്പോ ആകെയുള്ള ഒരു നൈറ്റിയാണ്. അപ്പൊ ഞങ്ങള് അത് എടുത്തിട്ടു. ഇനി നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ സെറ്റായി പെയർ ചെയ്തിട്ട് വരാം. ഇത് എനിക്ക് ഫിറ്റ് ആവൂല്ലെന്നൊന്നും അറിയില്ല. പിന്നെ ഹെയർ സ്റ്റൈല്, ആക്സസറീസ് അതൊക്കെ ഇത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സെറ്റപ്പ് നമ്മൾ പെയർ ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മള് ഔട്ട്ഫിറ്റ് ഒക്കെ മാറി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പിന്നെ ആവനാഴിയിലെ മമ്മൂട്ടി ആയതുകൊണ്ട് ഒരുങ്ങി ഇറങ്ങി എന്നെ കണ്ടാൽ ആവനാഴിയിലെ മമ്മൂട്ടി എന്നെ ആരും പറയൂ. ഞാൻ ഉണ്ണിയുടെ ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്തോണ്ട് അടിപൊളിയാണ്. നല്ല കളർ കോമ്പിനേഷൻ ആണ്. ലുക്ക് ആയിട്ട് എന്നിട്ടാണ് കൊള്ളാത്ത. എക്സൽ ആണ് സൈസ്. ഇത് മീഡിയം ആണെങ്കിലും ഇതാ ചെരുപ്പ് എനിക്ക് കൊള്ളുന്നത് പോലുമില്ല. ഇത് നമ്മൾ മാച്ചുമില്ല. സത്യത്തിൽ എന്റെ അവസ്ഥ ഇങ്ങനെയാണ്. നിങ്ങൾ പറയണം, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിനെ കൊണ്ട് താഴെ പോയിട്ട് 2-3 ഷോർട്സ് എടുത്തിട്ട് ഇത് എന്നെ താടിയിരുന്നായിരിക്കും. ഓക്കെ, ഇനി സ്റ്റൈലിംഗ് ആണ് എങ്ങനെയാ നോക്കണ്ടത്. ഇവനെ പിന്നെ കൂടുതൽ സ്റ്റൈൽ ചെയ്യാനൊന്നുമില്ല. ഒരു വാച്ച്, പിന്നെ നമുക്ക് ക്യാപ്പ് വെച്ച് നോക്കാം. സത്യത്തിൽ മുടി ചെയ്യുന്നതാണ് അറിയില്ല. മോനെ പുള്ളി അടിപൊളി വിഷയം. ബാക്ക് കാണത്തിന് ഈ ഫ്രണ്ടിൽ നിന്ന് ഒരു മനുഷ്യക്കോലുണ്ട് വന്നു. ഇനി മോനെ ചിപ്പ് ഷൈനിങ് ആണെന്ന് വിചാരിക്കരുത്. സാധനം കാർട്ടേറ. 1.5 ലക്ഷം രൂപ. ഒരു ബ്ലഷ് ആണ്, ലിപ്സ്റ്റിക്ക്, ഓയില്, ഇത് ലിപ് ഗ്ലോസ് എന്ന് പറയുന്നത്. ഇല്ല, കുറച്ച് സാധനത്തിന്റെ പേരൊക്കെ അറിയാം. പക്ഷെ ഐബ്രോ ഷേപ്പ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാനാണ്. ഞാൻ പക്ഷെ ഐബ്രോ ഷേപ്പ് ചെയ്യാൻ തരില്ല. ഞാൻ ആ സാധനമാണ് കഴിച്ചത്. ഒരു സ്റ്റഡ് കുത്തിയല്ലെന്നാണ് പോയിട്ട് ഇവിടെ. എന്റെ മോനെ സുന്ദരിയായിട്ടുണ്ട്. തൊട്ടരുത്.
ചേട്ടാ ഈ ഭാഗത്ത് കുറച്ചുകൂടെ ഇങ്ങോട്ട് കയറ്റിയിരുന്നു. അത് ഞാൻ അതോടെ എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. ചേച്ചി ആ 100 സെറ്റ് ചീപ്പിങ് എടുക്ക്. മോഡേൺ കാവ്യെന്ന് ഇറങ്ങി വന്ന മോഡേൺ ഭഗവതി. സ്റ്റൈലിങ് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇവരെന്നെ സ്റ്റൈൽ ചെയ്തുള്ളത്. ഞാൻ ഇങ്ങനെയാണ് ഉണ്ണിനെ സ്റ്റൈൽ ചെയ്തത്. വീഡിയോ ഇഷ്ടമായില്ലേ നിങ്ങൾ കമന്റ് ചെയ്യണം. ആരാ നല്ലതെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. ആരാ നല്ലതെന്നല്ല, ആരുടെയാണ് അതെനിക്കറിയാം ഞാനാണ്. പക്ഷെ ചേച്ചിക്ക് നല്ലതല്ല എന്നാണ് ചേച്ചി പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇത്രല്ലേ ഉള്ളൂ. അപ്പൊ ഇനി ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.